ഹലോ, നമസ്കാരം. UK ലൈഫ് കോച്ചിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്തു കൊടുത്ത ഒരു മോർഗേജ് എടുത്ത ഒരാളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അത് യാത്ര പുറപ്പെടുകയാണ്. എൻ്റെ ഓഫീസിൽ നിന്നും ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ഒരു ന്യൂ കപ്പിൾ എങ്ങനെ വീടെടുക്കാം, ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഇവിടെ വന്ന ന്യൂ കപ്പിൾ എങ്ങനെ വീടെടുക്കാം, അവർക്ക് എങ്ങനെ വീട് കിട്ടിയെന്നതിനെക്കുറിച്ച് അവരുമായി നേരിട്ടുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരിക. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പലരുടെയും ഡൗട്ട്സാണ് പുതിയ ആളുകൾക്ക് വീടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നേരിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടുന്ന് ഒരു 120 മൈൽസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് ആ വീടിൻ്റെ അവിടെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ മാത്രമേ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ലെറ്റ്സ് ഗോ. നിങ്ങൾ എന്നോട് വരൂ പ്ലീസ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനിവിടെ എത്തി. സൗത്ത് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ വീട്ടിലുള്ള ജിബി ആൻഡ് ലീനുവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ പുതിയ ഗ്രഹത്തിലേക്ക് നമുക്ക് കയറാം. അപ്പം ഞാൻ നിങ്ങളെ ആ വീടുമായിട്ട് നിങ്ങളെ പരിചയപ്പെടുകയും അതുപോലെ തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിനകത്തേക്ക് പോകാം. ചേട്ടാ കേറി വരും. ഇങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഹലോ ജിബി, താങ്ക് യു കേട്ടോ. നിങ്ങളെ ഇവിടുന്ന് കാണാൻ കഴിഞ്ഞു. ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം എൻ്റെ ചാനലിലേക്ക് എൻ്റെ വ്യൂവേഴ്സ് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, പുതുതായിട്ട് വീടെടുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിയണം, അങ്ങനെ വീട് കിട്ടുമോ, അങ്ങനെ പല സംശയങ്ങളുണ്ട്. അപ്പൊ അത് നേരിട്ട് എൻ്റെ വ്യൂവേഴ്സ് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം എന്നെ വെൽക്കം ചെയ്തു. താങ്ക്സ് ലോട്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാന ചോദ്യം, നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി മൊത്തം? ഞങ്ങൾ 2020 സെപ്റ്റംബറിലാണ് ഇവിടെ വന്നത്. അപ്പോൾ 1 വർഷം 2 മാസമായി അല്ലേ? നിങ്ങൾ ഈ വീടിന്റെ പ്രോസസ്സ് എനിക്കറിയാം. ഞാൻ ത്രൂ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ മോർഗേജ് അഡ്വൈസും കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്ഷനും ഒക്കെ ഞാൻ തന്നെയാണ് തന്നിരിക്കുന്നത്, ഇൻഷുറൻസും എല്ലാം. അപ്പോൾ എന്നാലും എൻ്റെ കാണികൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങളിവിടെ വന്നിട്ട് അതിനുശേഷം നിങ്ങളിവിടെ വന്ന് 1 വർഷം 2 മാസമായി. എത്ര മാസം കൊണ്ടാണ് ഈ വീടിന്റെ പ്രോസസ്സിങ് ആരംഭിച്ചതും കീ കിട്ടിയതും ഏകദേശം? ഞങ്ങൾ ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ പ്രോസസ്സിങ് ആരംഭിച്ചു. ഒരു 11ാം മാസത്തിൽ ഞങ്ങൾക്ക് കീ കിട്ടി. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ വന്ന് 6 മാസം കഴിഞ്ഞപ്പം നിങ്ങൾ ഇതിന്റെ പ്രോസസ്സിങ് ആരംഭിച്ചു അല്ലേ? അപ്പോൾ നിങ്ങളുടെ മോർഗേജ് അഡ്വൈസർ ഞാനായിരുന്നു. അത് എനിക്കറിയാം, എന്നാലും ഞാൻ ആളുകളോട് ചോദിക്കുന്നത് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 മാസം കൊണ്ട് ഒരു 5 മാസം അതിന്റെ പ്രോസസ്സിങ്. ആ 5 മാസം സത്യത്തിൽ പ്രോസസ്സിങ് പീരീഡ് ആയിരുന്നില്ലേ? വീടിന്റെ ന്യൂ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി വന്ന താമസമാണിത് അല്ലേ? കാരണം അല്ലെങ്കിൽ സാധാരണ നമുക്ക് 90 ഡേയ്സ് മതി. അതാ ഞാൻ പറയാൻ കാരണം കേട്ടോ, അതിന്റെ കംപ്ലീഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പം നിങ്ങൾ ഈ വീട്ടിൽ താമസം, നിങ്ങൾക്ക് അതിന് ശേഷമുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെ, നിങ്ങൾ അതിന്റെ ജേർണി, നിങ്ങൾ ആ മോർഗേജുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടല്ലോ, എന്തായിരുന്നു അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒന്ന് വിവരിക്കാവോ ആളുകൾക്കൊന്നും അറിയാൻ? ഇതിപ്പോ നമ്മുടെ ഹെൽപ് ടു ബൈ വഴിയാണ് നമ്മൾ വീട് എടുത്തത്. അത് എന്താണെന്ന് മാത്തിച്ചേട്ടന് അറിയാം. ഞാനത് പറയാം. ഞാനത് എൻ്റെ ആളുകളോട്, എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം ഇൻഷുറൻസിന്റെ ആപ്ലിക്കേഷനാണ് വെച്ചത് മാത്തിച്ചേട്ടൻ വഴി. അപ്പോൾ ഇൻഷുറൻസിന്റെ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ മോർഗേജ് നമുക്ക് അപ്രൂവ് ആവുമെന്ന് മാത്തിച്ചേട്ടൻ പറഞ്ഞു.
അപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങൾ കാണിച്ച ചെറിയ മണ്ടത്തരങ്ങളും ഉണ്ട്. അതൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്ന് ഒരു 4-5 മാസം തൊട്ട് ഇതിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ചോദിക്കുന്നവരൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീടെടുക്കാൻ പറ്റത്തില്ല, ഒരു 2 വർഷം കഴിയണം, 3 വർഷം കഴിയണം, അങ്ങനെ പല പല ആൾക്കാരെ സമീപിച്ചു. അങ്ങനെ അതായിരുന്നു ഒരു പ്രശ്നം. അവസാനം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ വീഡിയോ കണ്ടാണ് എന്റെ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ടാണ് എന്നെ കോൺടാക്ട് വേറൊരു ചാനലിലായിരുന്നു. അതെ, ഞാൻ മറ്റൊരാളുടെ അന്ന് ഞാൻ ചാനൽ സ്വന്തം തുടങ്ങിയിട്ടില്ലായിരുന്നു. മറ്റൊരാളുടെ അവരുടെ ചാനലിൽ ഞാൻ അവർക്ക് വേണ്ടി ടോക്ക് കൊടുത്തതാണ്. അപ്പൊ അത് കിടപ്പുണ്ടായിരുന്നു ഒരു 10 മാസം കോൺടാക്ട് ചെയ്തു. അപ്പൊ ചേട്ടൻ ആണ് പോസിറ്റീവായിട്ട് പറഞ്ഞത് കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ വേറെ കോൺടാക്ട് ചെയ്ത ആൾക്കാരും പിന്നെ നമ്മളിങ്ങനെ പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചല്ലോ, അവരൊക്കെ പറഞ്ഞത് ഇപ്പൊ നടക്കില്ല, കുറെ നമ്മളോട് വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു. ഇതിലേക്ക് വരുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായ അഡ്വൈസേഴ്സിന്റെ പിറകെ നമ്മൾ ഇതിനകത്ത് പോകാനുള്ളൂ. കാരണം ഒരു വീട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു പക്ഷെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് തെറ്റായ ഒരു ഉപദേശം ഇതിനകത്ത് ഒരാൾ തന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും, നമ്മുടെ പണം നഷ്ടപ്പെടും, ചിലപ്പോൾ ആ സ്വപ്നം തന്നെ ഇല്ലാതായിരിക്കും. അപ്പൊ കൃത്യമായ ആളുടെ പിറകെ മാത്രമേ ഇതിനകത്ത് പോകാവുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്സല്യൂട്ട്ലി എ ഗുഡ് മെസ്സേജ്. അതാണ് ഏറ്റവും ഇതിനകത്തുള്ള കാവലായ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്നിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അതിന്റെ അഡ്വൈസ് ഞാൻ തന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന എന്തെങ്കിലും കാര്യത്തിൽ ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു തന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെൻഷൻ പിടിച്ച പ്രോസസ്സ് തന്നെയായിരുന്നു. ഏതൊരാൾക്കും ആ മോർഗേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആ ജേർണി ഒരു ടെൻഷൻ പിടിച്ച സംഗതിയാണ്. പക്ഷേ ആമ്പിൾ മോർഗേജും മാത്തിച്ചേട്ടനും എന്നെ ഒരുവിധം ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ഒന്നിനും ഒരു തടസ്സം ഇടയ്ക്ക് ആ ജേർണിയിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പൊ ഒന്നാമത് ഈ ഹെൽപ് ടു ബൈ എന്ന് മുമ്പേ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഹെൽപ് ടു ബൈയെ കുറിച്ച് ഞാൻ ഒരു 2 വാക്ക് എന്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞോട്ടെ. ഹെൽപ് ടു ബൈ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫസ്റ്റ് ടൈം ബയേഴ്സിന് ഇവിടെ ഇപ്പം നേരത്തെ ഫസ്റ്റ് ടൈം ബയർ ആണെങ്കിൽ അവർക്ക് 5% ഇട്ടാൽ മതിയായിരുന്നു. ഈ 5% എന്നുള്ളത് ഗവൺമെന്റ് ആ ഒരു അജണ്ട മാറ്റി 25% തന്നെ ആക്കി. അപ്പൊ ഈ 25% എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുതുതായിട്ട് വരുന്ന ആൾക്ക് എല്ലാവർക്കും ഒന്നും ഈ 25% നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇടാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്, അതായത് ഹെൽപ് ടു ബൈ. ഹെൽപ് ടു ബൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് 25% തന്നെയാണ്. അതിൽ 20% ഗവൺമെന്റിന്റെ ഇക്വിറ്റി ലോൺ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് 5 വർഷം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നമുക്ക് കിട്ടുന്നത്. പോയിട്ട് നമ്മൾ 5% നമ്മൾ ഇട്ടാൽ മതി. പക്ഷെ അതിനകത്തൊരു സർട്ടൻ ക്രൈറ്റീരിയാസ് ഉള്ളത്, ഓരോ സ്ഥലത്തും എത്ര എമൗണ്ട് വരെയുള്ള വീടുകൾക്കാണ് അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഓരോ ഏരിയ അനുസരിച്ചാണ്, ഓരോ കൗണ്ടി അനുസരിച്ചാണ്. അതിനെപ്പറ്റി പറയേണ്ട. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ പറയും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജിബിയുടെ കോൺടാക്ട് നമ്പറും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്, അത് വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ. കാരണം ജിബിക്ക് ഉണ്ടായിട്ടുള്ള, കാരണം ജിബി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, അവർ പറഞ്ഞല്ലോ, ഇവിടെ ആകെ 1 വർഷം 2 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെ വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആപ്ലിക്കേഷൻ ഇട്ടു. അവരിപ്പോൾ അവരുടെ പുതിയ ഭവനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഇതിൽ കവിഞ്ഞ് മറ്റൊരു പ്രൂഫ് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അവർ ഷെയർ ചെയ്യാൻ മോർ ദാൻ ഹാപ്പിയാണ്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ചേട്ടൻ നമ്പർ കൊടുത്തേരെ, ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ. ഇനി മറ്റെന്തൊക്കെയാണ് നിങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ ആളുകൾക്ക് പറയാനോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യത്തിൽ? കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഹെൽപ് ടു ബൈയുടെ ഒരു അഡീഷൻ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ വീട് കാണാൻ ചെല്ലുമ്പോൾ തന്നെ ആ ബിൽഡറോട് നമ്മൾ കൃത്യമായി ചോദിക്കണം, ഇത് ഹെൽപ് ടു ബൈ അപ്രൂവ് ആകുന്ന വീടാണോ അല്ലയോ. അപ്പം ഹെൽപ് ടു ബൈ അപ്രൂവ് ആകുന്ന വീടല്ലെങ്കിൽ നമുക്ക് ഹെൽപ് ടു ബൈയുടെ ബെനിഫിറ്റ് കിട്ടത്തില്ല. അത് നമ്മൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാവും. അതെ, എനിക്ക് മനസ്സിലായി. ജിബി പറഞ്ഞത് 100% ശരിയാണ്. കാരണം എല്ലാ എല്ലാ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആ പ്രോപ്പർട്ടി ബിൽഡേഴ്സിന് എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ ഹെൽപ് ടു ബൈ ഉണ്ടായിരിക്കണമെന്നില്ല. അത് നമ്മൾ അവരെ വിളിച്ച് അവരോട് ചോദിക്കണം, നിങ്ങളുടെ അടുത്ത് ഈ ഹെൽപ് ടു ബൈ ഉണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർ പറയും, ഓക്കെ ഉണ്ട്, ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഇതുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് എത്ര എമൗണ്ട് വരെയുള്ള ഹെൽപ് ടു ബൈ ആണ് എന്നുള്ളത് ചോദിച്ചാൽ അവർ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം അത് നല്ലൊരു പോയിന്റ് ആണ് ജിബി പറഞ്ഞത്. അത് ഒരു നല്ല എക്സ്പീരിയൻസുമാണ്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പെർമനന്റ് ജോബും
ഡെപ്പോസിറ്റിനുള്ള പൈസ, ഇത്ര മാസത്തെ പേ സ്ലിപ്പ്, ഇതൊക്കെ റെഡി ആയിട്ട് വേണം അപ്ലൈ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ 1-2 വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പെർമനന്റ് ജോബ് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് നമുക്കറിയാം ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഒരാൾ ഈ ഏജൻസിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏജൻസി ത്രൂ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, അവർക്ക് അത് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ 2 വർഷത്തെ IT റിട്ടേൺസ് നമ്മൾ HMRCയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 വർഷത്തെ IT റിട്ടേൺസിന്റെ ആ ഒരു ബേസിൽ എത്ര എമൗണ്ട് ആണോ നമ്മൾ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ഏൺ ചെയ്ത എമൗണ്ടിനല്ല, പ്രോഫിറ്റ് കാണിച്ച എമൗണ്ടിനാണ് നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോണാണ് നമുക്ക് കിട്ടുക. ഇത് പലർക്കും അവർ അധികം ടാക്സ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏൺ ചെയ്യുന്ന പൈസ മുഴുവൻ അവർ കാണിച്ചാൽ പോലും പ്രോഫിറ്റ് കുറച്ച് കാണിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തന്നെയല്ല 2 വർഷം കാത്തിരിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഞാൻ വിശദമായിട്ട് തന്നെ വേറൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ പെർമനന്റ് ജോലി വളരെ ആവശ്യമാണ്. 3 മാസത്തെ പേ സ്ലിപ്പ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ BRP കാർഡ്, നമ്മുടെ ബാക്കി ഡീറ്റെയിലുകൾ, പാസ്പോർട്ടിന്റെ കോപ്പി, അതൊക്കെ ആയിട്ട് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കിടക്കുന്നു. ഡിപ്പ് എടുക്കുന്നു. അത് ഒരു അഡ്വൈസർ ത്രൂ നമ്മൾ ഡിപ്പിലേക്ക് പോകുന്നു, ഡിസിഷൻ ഇൻ പ്രിൻസിപ്പിൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബാക്കി പ്രോസസ്സിംഗിലേക്ക് കിടക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ. പിന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ഓക്കെ ആയിരുന്നല്ലോ? ഇല്ല, എന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ എന്റെ മാത്തിച്ചേട്ടൻ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം എന്റെ പേ സ്ലിപ്പ് അത്ര പെർഫെക്റ്റ് അല്ല, സത്യം പറയാമല്ലോ. അപ്പം മാത്തിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, പേ സ്ലിപ്പ് ആദ്യം ഒരു 3 മാസം കറക്റ്റായി കൊണ്ടുപോയതിന് ശേഷം മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ ഇടാം. അതാണ് അതിനകത്ത് വ്യത്യാസം വന്നത്. ഞാൻ വേറൊരാളെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ പേ സ്ലിപ്പ് ശരിയല്ല, അത് നടക്കില്ല എന്നുള്ളത് കംപ്ലീറ്റ് അവരതിന് അവോയ്ഡ് ചെയ്യും. അപ്പൊ നമുക്കൊരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ 1 മാസം 2 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമുക്ക് ശരിയായി കിട്ടും. നമുക്ക് കാര്യങ്ങൾ ശരിയായി കിട്ടണം, അത് പ്രോപ്പർ ആയിരിക്കണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിനകത്ത് നമ്മൾ. ഇവളുടെ കേസിൽ കുഴപ്പമില്ലായിരുന്നു. ഇവള് NHSൽ നഴ്സാണ്, പ്രശ്നമില്ല. ഞാൻ ഇവിടെ JJ കെയർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്റെ പേ സ്ലിപ്പുകൾ അതിനുശേഷം ബാങ്ക് അപ്രൂവ് ചെയ്തു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ബാങ്ക് അത് അക്സെപ്റ്റ് ചെയ്തു. ഒരു കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ശരി. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഞാനിപ്പോ എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയത്, അവർക്ക് ബേസിക് ആയിട്ട് തന്നെ ഇതിനകത്ത് കുറച്ച് ഐഡിയ വേണം. അപ്പൊ ഏറ്റവും ലളിതമായ ചോദ്യം, ഒരു മോർഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലും അറിയത്തില്ല. ഞാനൊരു വിദേശ രാജ്യത്ത് വന്നതിന് ശേഷമാണ് ഒരു മോർഗേജ് എന്താണെന്ന് മനസ്സിലായത്. ഒരു ലോണാണെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു മോർഗേജ് എന്താണെന്ന് ഒന്ന് എല്ലാവരും. തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇത് നമ്മളെല്ലാവരും പറയുന്ന മോർഗേജ് മോർഗേജ് മോർഗേജ്, എന്താണ് ഈ മോർഗേജ് എന്ന് ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഐ എം റിയലി അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം ഈ മോർഗേജ് എന്ന് പറയുന്നത് ഒരു ലോൺ എന്നുള്ളൊരു മീനിങ് ആണ് എന്ന് പലർക്കും അറിയാം. പക്ഷെ അത് എന്തിനു വേണ്ടി, എന്തിന്റെ ലോൺ എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോ നമുക്ക് ലോൺ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ലോണുകളുണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പൊ സെക്യൂർഡ് ലോണ്, അൺസെക്യൂർഡ് ലോണ്, അങ്ങനെ പല പേഴ്സണൽ ലോണിൽ തന്നെ സെക്യൂർഡ് ലോണും ഉണ്ട്, അൺസെക്യൂർഡ് ലോണും ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു വണ്ടി നമ്മൾ എടുക്കുമ്പോൾ അത് പേഴ്സണൽ ലോണാണ്, ബട്ട് അത് സെക്യൂർഡ് ലോണാണ്, കാരണം കാറിന്റെ മേലെ എടുക്കുന്ന ലോണാണ്. അപ്പോൾ ഒരു അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നു, അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഓളിലേക്ക് പോകാനായിരിക്കും, അതിനൊന്നും നമ്മൾ സെക്യൂരിറ്റി ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ എടുക്കുന്ന ലോൺ അൺസെക്യൂർഡ് ലോണാണ്. അപ്പൊ അങ്ങനെയുള്ള ലോണുകൾ കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയാസ് കൂടുതലുണ്ട് ബാങ്കിൽ. ബട്ട് സെക്യൂർഡ് ലോൺ കിട്ടുന്നതിന് നമുക്ക് ഒരുമാതിരിപ്പെട്ട ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ പ്രൊവൈഡർ നമുക്ക് ലോൺ തരും. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ മറ്റൊരു സാധനം അവിടെ സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീടൊരു സെക്യൂർഡ് ലോണാണ്, കാരണം വീടിന്റെ മേലെയാണ് നമുക്ക് അവർ ഫണ്ട് തരുന്നത്. സോ അവർക്ക് അതിനെപ്പറ്റി പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. സോ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സെക്യൂർഡ് ലോൺ, നമ്മുടെ വീടിന്റെ മേലെ നമുക്ക് തരുന്ന ലോണിനെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ മോർഗേജ് എന്ന് പറയുന്നത് വീടിന് വേണ്ടി മാത്രം പർപ്പസ്ഫുള്ളി ഉള്ളതാണ്. സെക്യൂർഡ് ലോൺ പലതുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ വീടിന് വേണ്ടി മാത്രം ചെയ്യുന്ന ലോണുകൾക്കാണ് നമ്മൾ മോർഗേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യാത്തൊരു വേർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ചോദ്യമാണ്. നമ്മുടെ ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചത്, ഞാൻ എന്തിനാണ് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു ഇന്റർമീഡിയറി വഴി, എനിക്ക് എന്തിനാണ് ഇടനിലക്കാരൻ?
നേരെ എനിക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ ചെന്നാൽ എനിക്ക് ഈ സംഗതി റെഡിയായി കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. എന്തിനാണ് ഞാൻ ഒരു ഇടനിലക്കാരനെ സമീപിക്കുന്നത്? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഇത് പലർക്കും സംശയം ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു അഡ്വൈസ് ത്രൂ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അതിന് ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ഇപ്പം ഓൺലൈനിൽ കൂടി നമ്മൾ compare.com പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് സാധനവും പർച്ചേസ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ അതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് കിട്ടുന്ന വിധത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനം നമ്മൾ വാങ്ങിയാലും അത് പ്രത്യേകിച്ച് വീടായിക്കോട്ടെ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണത്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ പോയിട്ട് പിന്നെ കമ്പയർ സ്റ്റഡി നടത്തി അതിനകത്ത് നമ്മൾ ഒരു കമ്പാരിസണിലൂടെ നമ്മൾ അത് എടുക്കുമ്പോൾ അതിനകത്ത് വില കുറവാണ് കൂടുതൽ ആളുകൾ നോക്കുന്നത്, അതിന്റെ ക്വാളിറ്റി നോക്കാറില്ല. അപ്പൊ അവർ തന്നെ നമ്മളോട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫൈനാൻഷ്യൽ അഡ്വൈസർ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യപ്പെടും. കൃത്യമായിട്ട് അവിടെ ഒരു ഫാക്ട് ഫൈൻഡ് അവർക്ക് വേണ്ടി ഉണ്ടാക്കും. ഫാക്ട് ഫൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ലിവിങ് സ്റ്റാറ്റസിൽ നമ്മുടെ ഇൻകമിങ്, ദാറ്റ് മീൻസ് നമ്മുടെ റെമ്യൂണറേഷൻ, നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് ഗോയിങ് എത്രയാണ്, അത് വീടെടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ലോൺ എടുക്കുകയാണെങ്കിലും ഈ പ്രൊട്ടക്ഷൻ എടുക്കുകയാണെങ്കിലും ഇത് ഒരു അഡ്വൈസർ എപ്പോഴും നോക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇൻകമിങ്, നമ്മുടെ ഔട്ട് ഗോയിങ്, ബാക്കിയുള്ളതിനെ സർപ്ലസ് എന്ന് പറയും. ആ സർപ്ലസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് അടുത്ത ഒരു 2 വർഷത്തേക്ക് എന്തൊക്കെ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റുകളാണ് നിങ്ങൾ ഈ ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള ഈ സർപ്ലസ് കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടെ ചോദിക്കും. ഒരു അഡ്വൈസർ അത് ചോദിച്ചിരിക്കണമെന്നാണ്. കാരണം ഇപ്പം ഒരു 3000 പൗണ്ട് സാലറി ഉണ്ട്, അതിനകത്ത് 2000 പൗണ്ട് നമുക്ക് പിന്നെ ഔട്ട് ഗോയിങ് ഉണ്ട്, പോയിട്ട് 1000 പൗണ്ടോട് ബാക്കിയുണ്ട്. എന്നാൽ പിന്നെ 1000 പൗണ്ടിന് മാസം അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ എടുത്ത് കൊടുത്തേക്കാവുന്ന ഒരു അഡ്വൈസർ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. കാരണം എന്താണ്, അവർക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും ഇല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് 1000 പൗണ്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നും ഒരു അഫോർഡബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ആ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഹോളിഡേയ്സ് അവർക്ക് വരും, അവർക്ക് കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി ലീവിൽ പോകേണ്ടി വരും. മെറ്റേണിറ്റി ലീവിൽ പോകുമ്പോൾ ആദ്യം ചെയ്ത അത്രയും സാലറി അവർക്ക് ഉണ്ടായിരുന്നു വരില്ല, വെറും ബേസിക് സാലറി മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെ പല മാനദണ്ഡങ്ങൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടണം. ഇതൊക്കെ ഒരു അഡ്വൈസർ ത്രൂ മാത്രമാണ് സാധിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യപ്പെടണം. ആ അനലൈസേഷനിൽ എവിടെയാണോ ഒരു ഷോർട്ട് ഫോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതിന് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റുകൂടാതെ ആ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഒരു അഡ്വൈസർ ത്രൂ മാത്രമാണ് അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ പറയുന്ന പ്രൊവൈഡേഴ്സ് തന്നെ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി നിങ്ങൾ കൺസൾട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, നമ്മളൊരു കസ്റ്റമർ എന്ന നിലയിൽ ഒരു ഇന്റർമീഡിയറിക്ക് അല്ലെങ്കിൽ അഡ്വൈസർക്ക് ഒരു പണം പോലും നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പോകുന്നില്ല. യെസ്, അതായത് ഇൻഷുറൻസ് അഡ്വൈസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മോർഗേജ് അഡ്വൈസ് ആണെങ്കിലും ശരി, നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും അതിന് മുടക്കില്ല. അത് തികച്ചും സൗജന്യമായി കിട്ടുന്ന ഒരു സേവനമാണ്. അവർക്ക് തീർച്ചയായിട്ടും കമ്മീഷൻ ഉണ്ടാവും, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് അവർക്ക് ബാങ്ക് ആയിരിക്കും കൊടുക്കുന്നത്, നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആ കസ്റ്റമർ എടുത്ത് ഒരു പെൻസ് പോലും ഞങ്ങൾ ആരും കൈപ്പറ്റുന്നില്ല. കാരണം എന്താണ്, അത് അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, നമ്മുടെ കമ്പനി നമുക്ക് സാലറി തരുന്നുണ്ടാവും, അല്ലെ കമ്മീഷൻ ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മൾ ഒരിക്കലും കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രൊട്ടക്ഷൻ ആയാലും, അതൊരു ഇൻഷുറൻസ് ആയാലും ഒരു മോർഗേജ് ആയാലും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഒരു ഒരു അഡ്വൈസറെയാണ് അവർക്ക് കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്ത് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ അവർക്കുണ്ടായാലും അവർക്ക് നേരിട്ട് വിളിക്കാൻ ഒരു അഡ്വൈസറെയാണ്. അപ്പൊ ആ അഡ്വൈസറെ ത്രൂ അവർക്ക് ഇനിയുള്ള ക്ലാരിഫിക്കേഷൻ, മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്ന് അവർക്ക് സംശയം ചോദിക്കാൻ ആദ്യം അവർ വിളിക്കുന്നത് അഡ്വൈസറെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അഡ്വൈസർ ത്രൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ഗുണം തന്നെയാണ്. ഇപ്പൊ പലരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് എടുക്കുന്നവർക്കെല്ലാം ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് 100% വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ട്രസ്റ്റ് ഡീഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റ് ഡീഡ് ഡോക്യുമെന്റ് ചെയ്യാത്ത ഏതൊരു വ്യക്തിക്കും അതിന്റെ ഏതൊക്കെ തരത്തിലുള്ള കടമ്പകൾ കടന്നു പോകണമെന്ന് നിയമപരമായി അവർക്ക് അറിയില്ല. അവർക്കൊരു ക്ലെയിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എന്തുമാത്രം
ടഫായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും, അത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു ജേർണി ആയിരിക്കും എന്നുള്ളത് പലർക്കും അറിയില്ല. അങ്ങനെ ആർക്കും ക്ലെയിം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമ്മളിത് മേടിച്ചു വെച്ചത് വെറുതെ അല്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയാ. അന്ന് അത് കിട്ടിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികത എത്ര കഷ്ടമായിരിക്കും ആ കുടുംബത്തിനുണ്ടാകുന്നത്. അത് വരരുത്. അതുകൊണ്ട് നമ്മൾ 1000 പോളിസികൾ കൊടുക്കാതിരിക്കാം, പക്ഷെ കൊടുക്കുന്ന ഒരൊറ്റ പോളിസിക്ക് പോലും അത് ക്ലെയിം ചെയ്താൽ പൈസ കിട്ടാതിരിക്കരുത് എന്നുള്ളതായിരിക്കണം നമ്മളെല്ലാവരും പറയേണ്ട ഒരു വാക്കെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചോദിച്ചാൽ അങ്ങനെ കൊടുക്കണം. കാരണം അല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ കൊടുത്തു, അതിന്റെ ബാക്കി അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് 100% ഒരു അഡ്വൈസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു ക്ലയന്റിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ആശ്വാസം തന്നെയാണ്, അല്ലേ? പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിനകത്ത് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇൻഷുറൻസ് ഇതിനകത്തേക്ക് വരുന്നത്? ഒരു മോർഗേജ് എനിക്ക് നേരിട്ട് മോർഗേജ് ആപ്ലിക്കേഷൻ എടുത്താൽ പോരെ, ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്താണ് എൻ്റെ ജീവിതത്തിൽ? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും വളരെ റിലവന്റ് ആണ്. നിങ്ങളത് നല്ല പ്രിപ്പയർ ആയി എന്നോട് ചോദ്യം ചോദിച്ച് ശരിയാക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. പക്ഷെ ഇതെല്ലാവരും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഓണസ്റ്റ്ലി ഞാൻ പറയാണ്. അത് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു സന്തോഷം, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹാപ്പിനെസ്, അത് മറ്റുള്ളവരിലേക്ക് എത്തണം. അതിനകത്ത് ഒരു തടസ്സം വരാതെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത്, അല്ലേ? വെരി ഗുഡ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം ഇത് കുറച്ച് നീണ്ടുപോകും, പക്ഷെ സാരമില്ല, ഞാനിത് എപ്പിസോഡായിട്ട് വിട്ടോളാം. അങ്ങനെ നീണ്ടുപോയാൽ തന്നെ ഞാനൊരു 15 മിനിറ്റ് കൂട്ടി അത് എപ്പിസോഡായിട്ട് വിടാം. 1ാം ഭാഗം, 2ാം ഭാഗം, 3ാം ഭാഗമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഞാനിത് എഡിറ്റ് ചെയ്ത് വിട്ടോളാം, അല്ല വേറെ വഴിയില്ല. ഓക്കെ, എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ആസ് ആൻ അഡ്വൈസർ. സോ ഇവിടെ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, മോർഗേജും എന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ ഞാൻ പറയുമ്പോൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മളൊരു വലിയൊരു ലയബിലിറ്റി, ഫൈനാൻഷ്യൽ ലയബിലിറ്റിയാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. അപ്പം ഒരു ഹസ്ബൻഡും വൈഫും അവർ 2 പേരും കൂടി ജോയിന്റ് മോർഗേജ് എടുക്കുമ്പോൾ അവരുടെ 2 പേരുടെയും ഉത്തരവാദിത്വം ബാങ്കിനെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ്. ബാങ്കിന് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ബോധേഡയല്ല. ദേ ആർ നോട്ട് ബോധേഡ് അബൌട്ട് ദിസ്. കാരണം അവർക്ക് അടുത്തയാളവിടെ സെയിം പൊസിഷനിൽ നിൽക്കുകയാണ്. ജോയിന്റ് മോർഗേജ് എന്ന് പറയുമ്പോൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്കുള്ള അതേ റൈറ്റ്, അതേ ലയബിലിറ്റി, അതേ റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം മറ്റടുത്ത ആളിലുണ്ട്. അപ്പം ആർക്കെങ്കിലും ഒരാൾക്കൊരു വേഴ്സ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാലും അവർ നമ്മളോട് പറയല, നിങ്ങളിതേ ഒരാളില്ല അതുകൊണ്ട് പൈസ അടച്ചു തീർക്കണമെന്ന് അവർ പറയില്ല. കാരണം എന്താ? മറ്റേ ആൾക്ക് അതേ ലയബിലിറ്റി നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും കൃത്യമായിട്ട് നമ്മൾ അടവ് അടയ്ക്കണം, അല്ലെ ആ പൈസ മൊത്തം അടച്ച് നമ്മളുടെ വീട് നമുക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ വീട് റീപൊസഷനിലേക്ക് പോകും. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയാൽ നമുക്ക് 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ പൗണ്ട് ഒന്നും എടുത്തൊന്നും ഇവിടെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അതിനുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇൻഷുറൻസ് തന്നെയാണ്. അപ്പൊ ആ ഇൻഷുറൻസ് ഈ വീടിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, നമ്മുടെ കുടുംബത്തെയും, അതായത് ഹസ്ബൻഡ് വൈഫ് ഈച്ചതർ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്ലസ് അവർക്കുള്ള കുട്ടികളും അല്ലെ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടികളും, വീടെടുത്തിട്ടില്ലെങ്കിൽ ആ എടുക്കാൻ പോകുന്ന വീടിനെയും ആ വീടിന്റെ ലയബിലിറ്റിയെയും കവർ ചെയ്യുന്ന വിധത്തിലുള്ള ഇൻഷുറൻസ് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ആയി തന്നെ കൃത്യമായ അഡ്വൈസോട് കൂടി തന്നെ നമ്മൾ എടുത്തു വെക്കണം. കാരണം നാളെ നമുക്ക് വീടെടുക്കുന്ന ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമുക്കൊരു അസുഖം വന്നു, അല്ല ഓരോ വർഷം കഴിഞ്ഞ് ഞാൻ 2 വർഷം കഴിഞ്ഞ് എടുക്കാമെന്ന് ഞാൻ കരുതിയിരിക്കുമ്പോൾ എനിക്ക് ഒരു അസുഖം വന്നില്ലെങ്കിലും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് മാറുമ്പോൾ എൻ്റെ പ്രീമിയം വർദ്ധിക്കുകയാണ്. അപ്പൊ എന്നായാലും ഇത് എനിക്ക് വേണ്ടത് തന്നെയാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് എടുക്കാനുള്ള പ്രൊട്ടക്ഷൻ 100% ഞാൻ ഉറപ്പുവരുത്തണം. അത് എൻ്റെ ജീവിതത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ അതങ്ങനെ എടുത്തു വെക്കുമ്പോൾ ചിലപ്പോൾ നാളെ നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വീടെടുക്കുന്നത്, ഇപ്പൊ എടുത്തു വരികയല്ല. പക്ഷെ അന്ന് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ ഒരു മാൻഡേറ്ററി അല്ല. ഇപ്പൊ നമുക്കൊരു മോർഗേജ് തരുന്ന ഒരാള്, ഒരു ബാങ്ക്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ മോർഗേജ് തരില്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. പക്ഷെ അമേരിക്കയിലൊക്കെ അതുകൊണ്ട് പല രാജ്യങ്ങളിലും അതായിട്ടുണ്ട്, ഇവിടെയും അതായിക്കൂടായൊന്നുമില്ല. പക്ഷെ ഇത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മുടക്കുന്ന ഫണ്ടിന് നമുക്കൊരു ആശ്വാസം ഉണ്ടാകുക, ഉറപ്പുവരുത്തുക. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടോ നമ്മുടെ മുടക്കിയ പണമോ പോകാതിരിക്കണം. ഇത് നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനും ആരും തയ്യാറാകരുത് എന്നാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ്. ആ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകുന്നു, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ പ്രൊട്ടക്റ്റഡ് ആകുന്നു, നമുക്ക് പീസ്ഫുൾ ആകുന്നു. നമ്മൾക്ക് എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലേ ആവശ്യം.
ഇത് തന്നെയാണ് ആ ഇൻഷുറൻസ് കൊണ്ട് ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊരു വലിയ നീണ്ട ഒരു ലെസനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യം ജിവിയുടെ എക്സ്പീരിയൻസ്, ജിവിയുടെ നമ്പറും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിവിയോടും നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജിവിയുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ വീട് എടുക്കുന്നതിന് മുമ്പ് 6 മാസം കഴിഞ്ഞപ്പം വീടിന്റെ പ്രോസസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആണ് തന്നത് അല്ലേ? നിങ്ങൾ 2 പേരും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ എടുത്തു. അതായത് ക്രിട്ടിക്കൽ ഇൽനെസ് ലൈഫുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് 2 വർഷം കഴിയാതെ നിങ്ങൾക്ക് ഇൻകം പ്രൊട്ടക്ഷൻ എടുക്കാനുള്ള റൈറ്റ് ഇല്ല ഈ രാജ്യത്ത്. അതൊരു പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾക്ക് 2 വർഷം നമ്മൾ GP രജിസ്റ്റർ ചെയ്ത് 2 വർഷം കഴിയാതെ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഇൻകം പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ രാജ്യത്ത്. അങ്ങനെ പല പ്രൊവൈഡേഴ്സും കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് ഒരു കാരണവശാലും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എനിക്കറിയാവുന്ന കമ്പനികൾ മുഴുവൻ 600 ചില്ലുവാനും എത്രയോ കമ്പനികളുടെ 100 കണക്കിന് കമ്പനികളുണ്ട്. അവരാരും ഇന്ന് വരെ അത് പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഇങ്ങനെ. എനിക്ക് സോറി, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. 2 വർഷം GPയുടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആദ്യമേ നിങ്ങൾ ഉറപ്പുവരുത്തി, അതിനുശേഷമാണ് നിങ്ങൾ വീടിന്റെ പ്രോസസ്സിലേക്ക് കടന്നത് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പിന്നെ ഞങ്ങള് അനുഭവിച്ച വേറൊരു സംഗതി, ഈ ബോറോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചെലവുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഉദാഹരണമായി സോളിസിറ്ററിന്റെ ചെലവ്, അങ്ങനെ മറ്റ് ചെലവുകൾ എന്തൊക്കെയാ വരും? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ പറയാം. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരു വീടിന്റെ പ്രോസസ്സിങ്ങിന് നമ്മുടെ മോർഗേജ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് അതിന്റെ പേപ്പർ വർക്ക് ഡോക്യുമെന്റുകൾ മുഴുവൻ ചെയ്യുന്നത് സോളിസിറ്റേഴ്സ് ആണ്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ അത് അത് എഴുത്തുകാരെ കൊണ്ട് പോയി എഴുതിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രാർ എടുത്ത് കൊണ്ടുപോയിട്ട് സൈൻ ചെയ്യിക്കും. അവരത് വായിച്ചു നോക്കി സൈൻ ചെയ്യിക്കും. ദാറ്റ്സ് ഓൾ. അവിടെ പണി തീർന്നു. ഇവിടെ നമ്മളാരും രജിസ്ട്രാർ എടുത്തോ അല്ലെങ്കിൽ എഴുത്തുകാരെടുത്ത് വെണ്ടർ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അവരെടുത്ത് നമ്മളാരും പോകുന്നില്ല. ഇവിടെ നമ്മൾ ഈവൻ നമ്മൾ ഈ പറഞ്ഞ സോളിസിറ്ററെ കാണുന്ന പോലും ഉണ്ടാകില്ല. കാരണം നിങ്ങൾ സോളിസിറ്ററെ കണ്ടോ? ഇല്ല. അപ്പോൾ ഈ സോളിസിറ്ററെ ഇതിപ്പോ ഞാൻ മോർഗേജ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ പോലും ഇവർ കാണുന്നില്ല. സോ അപ്പൊ ഈ സോളിസിറ്റർ ആണ് ഈ മീഡിയേറ്റർ ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് നിന്ന്, അതായത് ബയറുടെയും സെല്ലറുടെയും ക്ലയന്റിന്റെയും ബയറുടെയും സെല്ലറുടെയും ഇടയ്ക്ക് നിന്ന് ക്ലയന്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സോളിസിറ്റർ ആണ്. അപ്പം ഈ ബയറോ സെല്ലറോ ഒരിക്കലും ഈ സോളിസിറ്റർക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇതിന്റെ ബെനഫിഷ്യറി എന്ന് പറയുന്നത് ഈ ബയറാണ്. നമ്മൾ മേടിക്കുന്ന ആളാണ്. അത് ഞാൻ ആദ്യം ബയറും സെല്ലർ എന്ന് പറയുമ്പോൾ ഈ സെല്ലർ എന്ന് പറയുന്നത് പിന്നെ വീടിന്റെ ഉടമ, പക്ഷെ ബയർ എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പം ഈ പുതിയ വീട് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ടീമുണ്ട്. ഒന്ന് ബാങ്ക് നമ്മൾ 20% നമുക്ക് ഈ ഹെൽപ് ടു ബൈ കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെയും കൂടെ ചില ഡോക്യുമെന്റുകൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ അവർ ഫണ്ട് മാത്രം അവർ റിലീസ് ചെയ്താൽ മതി. ഈ പഴയ വീട് എടുക്കുന്ന ആളാണെങ്കിൽ ആ സെല്ലർ ആരാണോ വീട് വിൽക്കുന്നത് അവർക്ക് കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ കാര്യം ഇതിവിടെ 3 ടീമിനെ നോക്കണം. ഒന്ന് ബാങ്കിന്റെ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യമുള്ളത് ഈ കൊടുക്കുന്ന ആൾ, അതായത് മേടിക്കുന്ന ആൾ, ആർക്കാണോ നമ്മൾ ഫണ്ട് കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങളും ക്ലിയർ ആണ്. അവർ നാളെ നമ്മളെ ചീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നോക്കുന്ന ആൾ സോളിസിറ്റർ ആണ്. അപ്പം 900 പൗണ്ട് മുതൽ 800 പൗണ്ട് മുതൽ 1600 പൗണ്ട് വരെ മേടിക്കുന്ന സോളിസിറ്റർമാരാണ്. അപ്പൊ അതിന് കാരണം അതിന് പലതരത്തിലുള്ള ചെലവുകൾ അവിടെ വരുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ചില ആളുകൾ അതിന്റെ പിന്നെ ലാൻഡ് സംബന്ധമായിട്ടുള്ള ഒത്തിരി ഡോക്യുമെന്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് ഒരു ക്ലയന്റ് സ്പെഷ്യലായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അത് വന്നിട്ട് എടുത്തു കൊടുക്കുന്നതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഒരു നോർമൽ ചാർജ് എന്ന് പറയുന്നത് ഒരു 1000 പൗണ്ട്. നിങ്ങൾ എത്ര കൊടുത്തായിരുന്നു? ഞങ്ങളുടെ കേസിൽ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ 4 സോളിസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ. അപ്പൊ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടിയതാണ് ഞങ്ങള് ബിൽഡറുടെ സോളിസിറ്റർ ആണ് അല്ലെ? എത്രയായിരുന്നു? 800. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് തന്നെ 800, 900. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, എടുക്കുന്ന വീടിന്റെ വാല്യൂ അനുസരിച്ച് അതിന്റെ ഈ സോളിസിറ്റഡ് ഫീസിനും കുറച്ച് വർധനവ് കൂടും. ഇപ്പൊ നമ്മളൊരു 3 ലക്ഷത്തിന്റെ ആണെങ്കിൽ 2 ലക്ഷത്തിന്റെ വീടിന്റെ ആ ഒരു പ്രോസസ്സിങ്ങിന്റെ ഇതായിരിക്കില്ല.
അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു എമൗണ്ട് കൂടും. എന്തായിരുന്നാലും അത് നമ്മുടെ ഈ മോർഗേജ് ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൽ വരുന്നതാണ് ഒരു അഡീഷണൽ ഫീസാണ്, അത് നമ്മൾ തന്നെ കൊടുക്കേണ്ടതാണ്. ഇനി അതോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന്റെ മറ്റൊരു ആൻസർ, ഡൗൺ പേയ്മെന്റ് എത്ര ഇടണം അല്ലേ? 5% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ലക്ഷം പൗണ്ടിന്റെ വീടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 10,000 പൗണ്ട് നമ്മൾ ഇടണം. പ്ലസ് ഈ പറഞ്ഞ സോളിസിറ്ററുടെ ഫീസ് നമ്മൾ കെട്ടേണ്ടതാണ്. അപ്പോൾ അത് ക്ലിയർ ആയോ? അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഈ ഡൗൺ പേയ്മെന്റ് റെഡിയാക്കി വെച്ച ശേഷം ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. യെസ്. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുടുങ്ങിപ്പോകും. അവര് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് പൈസ ഇടാൻ പറയും. അതെ അല്ലേ? പല ബാങ്കും അത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എന്നോട് ഇപ്പോൾ 1-2 ക്ലയൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അല്ല, ഞങ്ങളുടെ കേസിൽ തന്നെ ചെറുതായിട്ട് സംഭവിച്ചായിരുന്നു. ചിലപ്പോൾ അവർ എക്സ്ട്രാ കുറച്ചുകൂടെ പൈസ ഇടണം എന്ന് പറയും. നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച ശേഷം നിങ്ങൾ കുറച്ചുകൂടെ ഫണ്ട് കൊണ്ടുവരാൻ പറയും. അപ്പൊ നമ്മളെപ്പോഴും അതിന് പ്രിപ്പയർഡ് ആയിട്ട്, അതായത് ഈ പറഞ്ഞ ഈ 5% എമൗണ്ടിന്റെ അകത്ത് നിൽക്കുന്ന ഫണ്ടാണോ ഈ പറഞ്ഞ ഇടാൻ പറഞ്ഞ? ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കുറച്ച് എക്സ്ട്രാ വന്നായിരുന്നു. അതെന്തായിരുന്നു? കാരണം നിങ്ങൾക്ക് ലോണിന്റെ എമൗണ്ട് കുറവായിരുന്നു. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലായി. അതായത് ചില ബിൽഡേഴ്സ് ചില ഇൻസെന്റീവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇൻസെന്റീവ് ചിലപ്പോൾ 5,000 അങ്ങനെയൊക്കെയുള്ള ഇൻസെന്റീവുകൾ ഉണ്ട്. അപ്പൊ അത് തരുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഡൗൺ പേയ്മെന്റ് ആവശ്യപ്പെടുന്നത്. കറക്റ്റ്. ഓക്കെ. അങ്ങനെ ഇൻസെന്റീവുകൾ ഇല്ലാത്തതിന് സാറിന് ഇങ്ങനെ ചോദിക്കാറില്ല, അത് ഞാൻ പറയാം. ഓക്കെ ഫൈൻ. ഓക്കെ, പിന്നെ വേറെ എന്താണ്? വേറെ എന്തെങ്കിലും? വേറെ പ്രത്യേകിച്ച് എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഒന്നും വരുന്നില്ല. ഇപ്പൊ നമ്മളെല്ലാ ഭാഗങ്ങളും കവർ ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവേർഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് വന്നിട്ടുള്ള ഏതൊരാൾക്കും അവര് ഇവിടെ വർക്ക് പെർമിറ്റിലാണ്, അവരിവിടെ റെസിഡന്റ് ആണ് എങ്കിൽ, റെസിഡൻസി എന്ന മീനിങ് ഉദ്ദേശിക്കുന്നത് തന്നെ 183 ദിവസം ഈ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവരിവിടുത്തെ റെസിഡന്റ് ആയി. പലർക്കും തെറ്റിദ്ധാരണകൾ അവിടെ തന്നെയുണ്ട്. ഞാനിവിടെ 2 വർഷം കഴിയണം, 3 വർഷം കഴിയണം, 4 വർഷം കഴിയണം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുടെ മേലെ നിങ്ങൾ പുറകെ പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ടെങ്കിൽ അതാത് മേഖലയിലുള്ള അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുകളോട് നിങ്ങൾ ചോദിക്കുക. ഇപ്പം സാധാരണഗതിയിൽ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ സാധാരണ ആളുകൾ ചോദിക്കുന്നത് തൊട്ടടുത്തുള്ള കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ള ആളുകളോടായിരിക്കാം. പക്ഷെ അവരെ ഞാൻ തെറ്റു പറയുകയല്ല, വീണ്ടും ഞാൻ പറയുന്നു, അവർക്കുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞങ്ങളെപ്പോലുള്ളവർ 10-20 വർഷം മുൻപ്, ഞാൻ 21 വർഷമായി ഇവിടെ വരുന്ന ആ സമയത്ത് എനിക്കിത് അറിയില്ലായിരുന്നു, നമുക്കൊന്നും ഇത് അറിയില്ലായിരുന്നു. അപ്പം അതാത് മേഖലയിൽ പഠിച്ച കാര്യങ്ങൾ അറിഞ്ഞ ആളുകളായി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അതുപോലെ അന്നത്തെ കാര്യങ്ങൾ ഇന്നും 8 വർഷം 7 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് വീടിനെ പറ്റി ചിന്തിച്ച ആളുകളാണ് കൂടുതലും. അപ്പൊ ആ ഒരു ഓർമ്മയാണ് അവർ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളോട് തന്നെ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ വീടെടുക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറകെ ഒന്നും പോകാതെ നിങ്ങൾ നേരിട്ടുള്ള കാര്യങ്ങൾ അതാത് ഏരിയാസിലുള്ള ആളുകളോട് ചോദിക്കുക. റെലവന്റ് ആയിട്ടുള്ള ആൻസറുകൾ നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. അപ്പൊ മാത്തി ചേട്ടാ, വന്നതിൽ വളരെ സന്തോഷം. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് മിസ് ചെയ്തു പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മോർഗേജ് ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ ഞാനൊരു വലിയ കോടീശ്വരനാവണമെന്ന് നിർബന്ധമുണ്ടോ? കാരണം 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ വീട് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 3 കോടി രൂപയോളം വരും. അപ്പോൾ ഞാനൊരു വലിയ കോടീശ്വരനാണോ, അതോ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ഇൻകം ഫാമിലിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ. ജബി, അത് ഇതേ ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വീഡിയോയിൽ കൂടി എനിക്ക് പറയാൻ പറ്റിയില്ല ഇതുവരെ. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നതിനകത്ത് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജബിയെ ചോദിച്ചുകൊണ്ട് ഞാനത് വളരെ ഈസിയായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാം. പലർക്കും ഒരു സംശയമുണ്ട്, ഇപ്പോൾ ഒരു 2 ലക്ഷം പൗണ്ട് അല്ലെങ്കിൽ 3 ലക്ഷം പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു 3 കോടി രൂപ. 3 ലക്ഷം എന്ന് പറയുമ്പോൾ 3 കോടി രൂപയാണ്. നാട്ടിലൊക്കെ ഒരു 3 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമുക്ക് അത് വലിയ ലോൺ പ്രോസസ്സ് തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഇവിടെ ഏതൊരാൾക്കും വീടെടുക്കുന്നതിന് ആ ബാങ്ക് നോക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ശരിയാണോ നോക്കും. അതുപോലെ തന്നെ അവരുടെ ഇൻകം, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ജോയിൻറ്റ് മോർഗേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആനുവൽ ഗ്രോസ് ഇൻകം എത്രയുണ്ടെന്ന് നോക്കും. ആനുവൽ ഗ്രോസ് ഇൻകത്തിൻ്റെ 4.5 ടൈംസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും തരുന്നത്. അത് ചില ബാങ്കുകൾ മാത്രം 4.8 ടൈംസ് ഒക്കെ തരുന്നുണ്ട്. പക്ഷേ കൂടുതലും 95% ബാങ്കുകൾ, ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ നമുക്ക് തരുന്നത്
4.5 ടൈംസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പറഞ്ഞ എമൗണ്ടിനകത്ത് ഉള്ളതായിരിക്കും നമ്മൾ എടുക്കുന്ന വീട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ആ പറഞ്ഞ എമൗണ്ടിൻ്റെ ഇപ്പോൾ 300,000 3 ലക്ഷം പൗണ്ടിൻ്റെ വീടാണെങ്കിൽ നമുക്ക് ഒരു 5% അല്ലെ ഒരു 10% ആണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ഇടുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ L2Y ഇല്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 10% പലർക്കും ഇവിടെ PR ഉള്ളവർക്കൊക്കെ എലിജിബിൾ ആണ്. ഈവൻ 2 വർഷം കംപ്ലീറ്റ് ആയ ആളുകൾക്ക് ഇവിടെ 10% മുതൽ 15% വീട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടാണ് ലോൺ വേണ്ടത്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ലോണായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 കോടിയോ 4 കോടിയോ ഒന്നും കൈ വെച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മളങ്ങനെ പൈസ സൂക്ഷിച്ച് വെച്ചിട്ടൊന്നും ആരും വീടെടുക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയും വേണ്ട. അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ നമുക്ക് 2 പേർക്കും പെർമനൻറ്റ് ജോലി ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ എമൗണ്ടിലേക്ക് റീച്ച് ചെയ്യുന്ന ആനുവൽ ഇൻകം ഉണ്ടായിരിക്കണം. അതിൻ്റെ 4.5 ടൈംസ് റീച്ച് ചെയ്യും. അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റിനുള്ള പൈസയും ഉണ്ടെങ്കിൽ, ആനുപാതികമായിട്ടുള്ള ഡൗൺ പേയ്മെൻറ്റിനുള്ള പൈസയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വീട് സ്വന്തമാക്കാം. അപ്പം നമ്മൾ റെൻറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഓൺ ഹൗസിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന എത്രയാണോ അതിന് ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് അങ്ങ് അടച്ചാൽ മാത്രം അത്രയും പോലും വരില്ല. കാരണം ഇതായിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ജബിയുടെ കാര്യം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാം. ജബി റെന്റിന് ആവശ്യപ്പോൾ എത്രയായിരുന്നു ജബി മുടക്കിക്കൊണ്ടിരുന്നത്? 480. ഇപ്പോൾ അത് എത്ര ബെഡ്റൂമിന്റെ എത്രയാണ്? 2 ബെഡ്റൂം. ഇപ്പം ജബിക്ക് സ്വന്തം വീടിന് എത്രയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ 3 ബെഡ്റൂമാണ് 520 പൗണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ പറഞ്ഞ 400 സംതിങ് പൗണ്ട് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത പൈസയാണ്. അത് പോയി ഡെഡ് മണിയാണ്. പക്ഷേ ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ 3 ബെഡ്റൂമുള്ള വീട്, സ്വന്തം വീട്, മറ്റുള്ള ഫെസിലിറ്റീസ് എല്ലാം അത്യാവശ്യത്തിനുണ്ട്. ആ പൈസ നമ്മൾ ഇടുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ? നമുക്കൊരു 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ 25 വർഷം കഴിയുമ്പോൾ ഈ വീടിന്റെ എമൗണ്ട് ഫുൾ അടച്ചു തീർക്കുമ്പോൾ ഈ വീട് നമ്മുടെ സ്വന്തമായില്ലേ? അതൊരു എമൗണ്ട് ലക്ഷക്കണക്കിന് പൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഇടുന്നത് കൂട്ടി അല്ല ഓരോ മാസം ഇടുന്നത് കൂട്ടി നമ്മൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം വീടാവുകയാണ്. അപ്പോൾ നമ്മുടെ ആ എമൗണ്ടാണ് അവിടെ ഗ്രോ ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് അല്ലേ? വേറെ എന്തെങ്കിലും? താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായിരുന്നാലും വളരെ സന്തോഷം. എനിക്കിങ്ങനെ ഒരു ടൂറ് സംഘടിപ്പിച്ച് തന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ കാണികൾക്ക് അത് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദിയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ലിനു വൈഫ് ജോലിക്ക് പോകേണ്ട ഒരു തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് വളരെ സന്തോഷം. അപ്പം ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വരുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിലുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തുകയുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബെൽ ബട്ടണൊക്കെ ഞെക്കി പൊട്ടിക്കാനും തല്ലി പൊട്ടിക്കാനൊന്നും മറന്നു പോകരുത്. എങ്കിൽ മാത്രമാണ് ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.